ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കോപ്പറേറ്റീവ് ലോ തന്നെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് പലതും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ സാധാരണ കോപ്പറേറ്റീവ് ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജസ്റ്റ് സെക്ഷൻസ്, അതേപോലെ അതിൻ്റെ എത്ര മെജോറിറ്റിയാണ് വേണ്ടത്, എത്ര അതായത് അത് ദിവസത്തിനുള്ളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഡീറ്റെയിൽഡായിട്ട് നമ്മളതൊന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇനി മുതലുള്ള ക്ലാസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ മൈന്യൂട്ട് പോയിൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലും കൂടി ക്വസ്റ്റ്യൻസ് അതായത് കാര്യങ്ങളൊന്നും കൂടി നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് അതിൻ്റെ മലയാളം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ CSEB എക്സാമുകൾക്കൊക്കെ മലയാളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മലയാളം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവില്ല. അതിപ്പോൾ ഇംഗ്ലീഷും കൂടി കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പോവുകയാണ്, അതായത് കംപ്ലീറ്റ് ചാപ്റ്ററായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നമ്മൾ ക്ലാസ്സുകൾ ഡെയിലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടില്ലായ്മയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഡെയിലി ചെയ്യാത്തതിന് കാരണം. തൊട്ടടുത്ത് വരുമ്പോഴല്ല നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിച്ചു തുടങ്ങണം. പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിവിഷനാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, മാക്സിമം ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോംഡ് വിത്ത് ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്. നമുക്കറിയാം ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫോം ചെയ്യുന്നത്, അതായത് എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിലും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിലും ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിലും ഇത് ഓരോന്നും ഫോം ചെയ്യുന്നത് ഓരോ ഡെഫിനിറ്റ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ സപ്പോസ് ഇൻ കേസ് ആ ഒരു ഒബ്ജക്റ്റിന് എതിരായിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 25 മെമ്പേഴ്സാണ് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാം. സോ അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, 25 മെമ്പേഴ്സ് ആവശ്യമാണ് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 25 മെമ്പേഴ്സാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. സോ അതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ടോട്ടൽ മെമ്പേഴ്സ് 25-ൽ താഴെയാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യും, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ആവും, അല്ലെങ്കിൽ അത് ലിക്വിഡേറ്റ് ആവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യേണ്ടത് എന്താണ്, വളരെയധികം അത്യാവശ്യമുള്ളതാണ്. സോ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്, വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് സൊസൈറ്റി. സോ ആദ്യം തന്നെ നമ്മൾ പറയാനുള്ളത്, വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 71 ആണ്. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കുക. അതായത് നമ്മൾക്ക് ആസ് എ ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നമുക്കൊരു വയസ്സാവും. വയസ്സാകുമ്പോൾ 70 അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക, 71 വയസ്സാകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈഫ് അവസാനിക്കും. അതേപോലെ 71 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ലൈഫ് അവസാനിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട ഒരു രീതി. സോ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള ഏറ്റവും അതിനുള്ള അധികാരം എന്ന് പറയുന്നത് രജിസ്ട്രാർക്കാണ്. This section gives powers to registrar to wind up the affairs of the society. So, section 71-ലാണ് രജിസ്ട്രാർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള അധികാരം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മലയാളം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഇംഗ്ലീഷും കൂടി നിങ്ങൾ വായിക്കണം. ക്വസ്റ്റ്യനൊക്കെ ഇംഗ്ലീഷിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷാണ് കുറച്ചും കൂടി മനസ്സിലാക്കാനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, സെക്ഷൻ 71-ലാണ് രജിസ്ട്രാർക്ക് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. ഹി ക്യാൻ ഡു സോ അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അതായത് താഴെ പറയുന്ന സർക്കംസ്റ്റാൻസസിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ
ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് എടുക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നോക്കാം. ആൻ എൻക്വയറി ഹാസ് ബീൻ ഹെൽഡ് അണ്ടർ ദ സെക്ഷൻ 65. സോ അതായത് സെക്ഷൻ 65 പ്രകാരം, സെക്ഷൻ 65 എന്താണ് ഡീൽ ചെയ്യുന്നത്, എൻക്വയറി. അപ്പോൾ സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറിയിലോ അല്ലെങ്കിൽ ആൻ ഇൻസ്പെക്ഷൻ ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 66. സെക്ഷൻ 66 എന്താണ് ഡീൽ ചെയ്യുന്നത്, ഇൻസ്പെക്ഷനാണ്. സോ സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനിലോ അല്ലെങ്കിൽ ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫ്രം നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് മീൻസ് 3/4 ഓഫ് ദി മെമ്പേഴ്സ് ഈ ഒരു സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർസിൻ്റെ മുമ്പിൽ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലോ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ത്രീ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആൻഡ് എൻക്വയറി ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 65. സെക്ഷൻ 65 ഓർക്കുക, അവിടെ എൻക്വയറി. അപ്പോൾ എൻക്വയറിയിൽ എന്തെങ്കിലും അതായത് സൊസൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ് പ്രവർത്തിക്കുന്നതെന്ന് തെളിഞ്ഞാൽ, ഇൻസ്പെക്ഷനിൽ അതിൻ്റെ ഒബ്ജക്റ്റീവിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും മൽ പ്രാക്ടീസസ് നടത്തുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദി മെമ്പർ 3/4 ഓഫ് ദി മെമ്പർ മെജോറിറ്റി ഓഫ് ദി മെമ്പർ അങ്ങനെ അതിന് രജിസ്ട്രാറിന് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാർസിന് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. So, but before issuing such order, he should give an opportunity to the society to make representation. Also, he has to consult the financing bank to with the society is affiliated and the circle cooperative union in that area. So, അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് അതായത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഏത് ഫിനാൻസിങ് ബാങ്കിലാണോ ആ ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത്, അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ആ ഏരിയയിലുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും എന്ത് ചെയ്യണം, രജിസ്ട്രാർ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ, മെമ്പേഴ്സിന് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജെക്ഷനും കൂടി അദ്ദേഹം നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ കൂടി ആവശ്യമാണെങ്കിൽ അതും കൂടി നോക്കേണ്ടതാണ്. അതായത് ബിഫോർ വൈൻഡിങ് അപ്പിലുള്ള ആ ഉത്തരവ് ഇടുന്നതിന് മുൻപ് ആ ഒരു ഏരിയയിലുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടും അതേപോലെ ഏത് ഫിനാൻസിങ് ബാങ്കിലാണോ ഇത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിലും എന്ത് ചെയ്യണം, ഈ രജിസ്ട്രാർ അതിനൊക്കെ കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അതിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അതിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിഗണിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ദ രജിസ്ട്രാർ മേ ഓൺ ഹിസ് ഓൺ മോഷൻ ടു വൈൻഡ് അപ്പ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഇൻസ്പെക്ഷൻ പ്രകാരമോ അല്ലെങ്കിൽ എൻക്വയറി പ്രകാരമോ 3/4 ഓഫ് ദി മെമ്പേഴ്സ് അപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രാർക്ക് അതിനുള്ള വൈൻഡപ്പ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനുള്ളൂ. അല്ലാതെ ഇവിടെ പറയുന്നത് രജിസ്ട്രാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഹിസ് ഓൺ മോഷൻ, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ താഴെ പറയുന്ന കണ്ടീഷനുകളിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ ഫാൾസ് ബിലോ 25. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഏതാണ്, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ പറഞ്ഞില്ല ഓൾറെഡി എന്താ പറയുക 25 മെമ്പേഴ്സ് ആവശ്യമാണ്. സോ ഈ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 25 മെമ്പേഴ്സിന് ബിലോ ആണെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാർസിന് സ്വന്തം മോശം പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. വെൻ ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഫ്രം ഹിസ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് 6 monthsനുള്ളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിപ്പിക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ കിട്ടിയതാണ് ക്വസ്റ്റ്യൻ. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മന്ത്സിനുള്ളിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ആൻസർ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ടീഷൻ ഇതാണ്. When the number of actual workers falls below prescribed limit in the case of a society formed exclusively for the benefit of person engaged in a particular industry or occupation. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചില സൊസൈറ്റികൾ ഫോം ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിലെ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ പേഴ്സൺസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള.
സോ അതെന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ കൂട്ടായ്മയാണ്. നമുക്ക് അറിയാലോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, വർക്കേഴ്സിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്ര നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് വർക്ക് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മുടെ കോർപ്പറേറ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. സോ ആ ഒരു ലിമിറ്റിന് താഴെയാണ് പേഴ്സൺസ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് ഇറ്റ്സ് ഓൺ മോഷൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ ഒരു 3 കേസുകളിലാണ് മറ്റുള്ളവരെയൊന്നും കൺസൾട്ട് ചെയ്യാതെ രജിസ്ട്രാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇനി അവിടെ ഒരു കേസും കൂടിയുണ്ട്. അതിൽ സബ്സെക്ഷൻ റൂൾ 3 പറയുന്നത് എന്താണ്, ഇൻ കേസ് ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് 25 ലെസ്സായി, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർസിന് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് റീവൈറ്റലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൊസൈറ്റിക്ക് താല്പര്യമുണ്ട്. അതായത് വേറെ ഒരു 25% കൂടിയിട്ട് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ, അതായത് നമ്മൾ ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ ഓർഡർ ചെയ്തിട്ട് 1 ഇയറിനുള്ളിൽ റീവൈറ്റലൈസേഷൻ അപ്ലിക്കേഷൻ സമർപ്പിക്കണം. അങ്ങനെ റീവൈറ്റലൈസേഷൻ അപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റീസിന് എല്ലാ കേസുകളും എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ആണെങ്കിൽ രജിസ്ട്രാർസിന് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാതെ ആ ഒരു സൊസൈറ്റി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. അതൊരു കേസും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള 1ാമത്തെയും 3ാമത്തെയും കേസിന് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് വെദർ ടോട്ടൽ നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ ഫാൾസ് ബിലോ 25, അതുപോലെ തന്നെ വെദർ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫാൾസ് ബിലോ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇൻ കേസ് ഓഫ് എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി പേഴ്സൺ എൻഗേജ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഈ ഒരു 2 കേസുകൾക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. അതായത് നമ്മുടെ 2ാമത്തെ കേസിന് നമ്മളൊരു സൊസൈറ്റി 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ, അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു കേസിന് എന്തല്ല, ഈ റീവൈറ്റലൈസേഷൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാനുള്ള അവകാശം ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻസ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സെക്ഷനാണ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 71 ആണ്. എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, സെക്ഷൻ 65 ആണ്. ആ ഒരു മേജറായിട്ടുള്ള സെക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതേപോലെ മറ്റൊരു സെക്ഷൻസാണ് എന്താ പറയുന്നത്, ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷൻ 66 എന്നും കൂടി നിങ്ങളിതിൽ മെയിനായിട്ട് ഓർത്തു വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ, ദെൻ അതേപോലെ നമ്മുടെ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ, എന്തൊക്കെയാണ് ലിക്വിഡേഷൻ പ്രൊസീജിയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യുക, ആ ക്ലാസ്സുമായിട്ട് നമുക്ക് വരാം.